12 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ പിതാവിന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി 96 വർഷം കഠിന തടവിനും 8,11,000 രൂപ പിഴയടക്കാനും ശിക്ഷ വിധിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ 42-കാരനെയാണ് ജഡ്ജി എം അഷ്റഫ് ശിക്ഷിച്ചത്. പോക്സോ ആക്ടിലെ 2 വകുപ്പുകളിൽ 40 വർഷം വീതം തടവ്, 3 ലക്ഷം രൂപ പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ ഇരുവകുപ്പുകളിലും 4 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയതിന് 10 വർഷവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 3 വർഷവും കഠിന തടവ് അനുഭവിക്കണം. ഇരുവകുപ്പുകളിലും 1 ലക്ഷം രൂപ വീതം പിഴയും പിഴയടക്കാത്ത പക്ഷം 2 മാസം വീതം അധിക തടവും അനുഭവിക്കണം. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന് 2 വർഷം കഠിന തടവും 10,000 രൂപ പിഴയുമാണ്. പിഴയടച്ചില്ലെങ്കിൽ 1 മാസം അധിക തടവ്. തടഞ്ഞു വെച്ചതിന് 1 വർഷം കഠിന തടവ്, 1000 രൂപ പിഴ. പിഴയടച്ചില്ലെങ്കിൽ 15 ദിവസത്തെ തടവ് എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതി പിഴയടക്കുന്ന പക്ഷം തുക പീഡനത്തിനിരയായ കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു. അതോടൊപ്പം സർക്കാരിൻ്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. അരീക്കോട് നിന്ന് വിവാഹം കഴിച്ച പ്രതി കുടുംബത്തെ വാടക കോട്ടേഴ്സിൽ താമസിപ്പിക്കുകയായിരുന്നു. വടകരയിൽ ഹോട്ടൽ ജോലി ചെയ്തു വരികയായിരുന്ന പ്രതി മാസത്തിൽ 3 ദിവസം അവധിയെടുത്ത് വീട്ടിലെത്തുകയാണ് പതിവ്. വീട്ടുജോലി ചെയ്തു വരുന്ന ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്താണ് പീഡനം. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2022 ഏപ്രിൽ 14-ന് പ്രതി വീട്ടിലുള്ളപ്പോൾ ഭാര്യ ജോലിസ്ഥലത്ത് നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലെത്തി. ഈ സമയം കിടപ്പുമുറിയിൽ അവശനായി കിടക്കുന്ന മകനെ കണ്ടു. മകനോട് ചോദിച്ചതിലാണ് 2021 ഫെബ്രുവരി മാസം മുതൽ നടന്നുവരുന്ന പീഡന വിവരം അറിയുന്നത്. എന്നാൽ വീട്ടമ്മ ഇക്കാര്യം പറഞ്ഞില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് മാനസികരോഗ വിഭാഗത്തിൽ കാണിച്ചു. കുട്ടിയിൽ നിന്ന് വിവരമറിഞ്ഞ സൈക്കോളജിസ്റ്റ് അരീക്കോട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു.